എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ചടങ്ങിനെ നമ്മൾ നോക്കിക്കാണുന്നത്. ഉയരെ അറിവിലൂടെ അഭിമാനത്തിലേക്ക് എന്ന ഈ മനോഹരമായ പദ്ധതി എന്താണ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. നേരത്തെ ബഹുമാനപ്പെട്ട സബ് കളക്ടർ സൂചിപ്പിച്ചതുപോലെ ശ്രമങ്ങൾ അത് നമ്മൾ തുടരണം. ആ ശ്രമങ്ങൾ തുടരണമെങ്കിൽ ആ ശ്രമങ്ങൾ എങ്ങനെയാകണമെന്നും ഏത് ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ ശ്രമങ്ങൾ വേണ്ടത് എന്നും ഉള്ള ഒരു ഗൈഡൻസ് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഉയരെ എന്ന പദ്ധതിക്ക് നമ്മുടെ വിദ്യാലയം ആലോചിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട കളക്ടർ മാഡം, ഇവിടെ ഇപ്പോ അറ്റ് പ്രസന്റ് 47 സ്റ്റുഡൻസ്, ഈ 47 കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ചു ഏറ്റവും ടഫായി നടന്ന ഒരു എക്സാമിൽ ക്വാളിഫൈഡ് ആയ NMMSന്റെ കുട്ടികൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ അവരുടെ പരിശ്രമങ്ങൾ എത്രത്തോളം വലുതായിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും നമ്മുടെ HM മാനേജറും പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകർക്കും അറിയാം. രാവും പകലും ഇല്ലാതെ കഴിഞ്ഞ ജൂലൈ മാസം 19-ാം തീയതി തുടങ്ങി 63 ഓൺലൈൻ എക്സാമുകളും 7 ഓഫ്ലൈൻ എക്സാമുകളും 3 മോഡൽ എക്സാമുകളും പിന്നിട്ട് ജനുവരി മാസം 21-ാം തീയതി എന്റെ പ്രിയപ്പെട്ട 73 മക്കൾ പരീക്ഷ എഴുതുമ്പോ നിറ കണ്ണുകളോടുകൂടി അവർ ആ പരീക്ഷ ഹാളിൽ ഇറങ്ങിയപ്പോ അവരോടൊപ്പം കരഞ്ഞ ഷെബിന ടീച്ചർ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങളേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് NMMS പരീക്ഷയുടെ റിസൾട്ടിന് ഞങ്ങൾ കാത്തിരുന്നത്. പക്ഷേ ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വലിയ പ്രാർത്ഥനകൾക്ക് ഫലം കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ 67 കുട്ടികൾ മാതൃകയായി ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എങ്കിൽ അത് ഈ ഉയരെ പദ്ധതി കൂടി വലിയ ഊർജ്ജമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ നിറമുള്ള സ്വപ്നം കാണാനാണ് AM ഹയർ സെക്കൻഡറി സ്കൂള് ഇങ്ങനെ ഒരു മനോഹരമായ പദ്ധതി വേങ്ങൂർ എന്ന നാടിന് സമർപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട കളക്ടർ എന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1120 വീടുകളിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ സർവേക്കായി സമീപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ 1120 വീടുകളിൽ നിന്ന് 10,000-കണക്കിന് ആളുകളെ ഞങ്ങൾ നേരിട്ട് കണ്ടു. അത്ഭുതകരമായ ഡാറ്റയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നമ്മുടെ നാട് നിസ്സാരമാക്കപ്പെട്ട നാടല്ല. ഇവിടെ 1000-കണക്കിന് വിദ്യാർത്ഥിനികൾ ഡിഗ്രി ക്വാളിഫൈഡ് ആണ്. 1000-കണക്കിന് പെൺകുട്ടികൾ ഡിഗ്രികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. 1000-കണക്കിന് കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്ലോമ കോഴ്സുകളും കംപ്ലീറ്റ് ഹയർ സെക്കൻഡറി ക്വാളിഫൈഡ് ആയ പുരുഷന്മാരും സ്ത്രീകളും നമ്മുടെ ഈ ചുറ്റുവട്ടത്തുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് സർക്കാർ ജോലിയിലുള്ളത്. വളരെ നാമമാത്രമായ ആളുകൾ മാത്രമാണ് ഒരു സേഫായ, എന്താണ് സർക്കാർ ജോലിയുടെ പ്രത്യേകത? പെർമനൻസ് ആണ്. പെർമനൻസ് ഇസ് ദ യുണീക് ഫീച്ചർ ഓഫ് ബ്യൂറോക്രസി. സോഷ്യൽ ബ്യൂറോക്രസിക്ക് ഒരുപാട് ഹൈറാർക്കി ഉണ്ട്. ഹൈറാർക്കി ഓർഗനൈസേഷൻ ആണ്. അത് പെർമനന്റ് ആണ്. അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ ആണ്. These are so many prime criteria of bureaucracy. ആ പെർമനൻസ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് സെക്യൂരിറ്റി ആണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലിന്റെ അടിസ്ഥാന ഘടകം. നമുക്ക് സുരക്ഷിതത്വമുള്ള ഒരു തൊഴിലുണ്ടാകണം. ആ തൊഴിലിന്റെ സുരക്ഷിതത്വ ബോധത്തിലാണ് നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വം. വെട്ടത്തൂരിലേക്ക് പോകുന്ന, കാര്യവട്ടത്ത് നിന്ന് വെട്ടത്തൂരിലേക്ക് പോകുന്ന ഈ റോഡ് റബ്ബറൈസ് ചെയ്താൽ അത് നാടിന്റെ വികസനമാണ്. പക്ഷെ എന്റെയും നിങ്ങളുടെയും വീടിൽ അതുകൊണ്ട് അരിവുകയില്ല. നമ്മുടെ കാര്യവട്ടം ജംഗ്ഷനിലും പള്ളിപ്പടി ജംഗ്ഷനിലും ഹൈമാസ്ലേറ്റ് കത്തിയാൽ അത് നാടിന്റെ വികസനമാണ്. പക്ഷേ അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കുളു മണാലിയിലേക്ക് ടൂർ പോകാൻ സാധിക്കില്ല. നമ്മുടെ നാടിലേക്ക് എത്തുന്ന കുടിവെള്ളം, നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന വൈദ്യുതി എല്ലാം നാടിന്റെ വികസനമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും എനിക്കോ നിങ്ങൾക്കോ ഒരു iPhone 17 Pro Max വാങ്ങാൻ പണം തരില്ല. എനിക്കും നിങ്ങൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നമുക്ക് നല്ല ജോലി വേണം. നല്ല ജോലി വേണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. ഓരോ വീടും കരകയറുക എന്നത് തന്നെയാണ് ഉയരെ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഈ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വേങ്ങൂരിലേക്ക് ഉയരെ പദ്ധതി നൽകുമ്പോ നമ്മൾ ഈ വിദ്യാലയം 2 രീതിയിലാണ് ഈ പദ്ധതിയെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടാണ്. അത് എങ്ങനെയാണ്? നമ്മൾ ഈ സർവേയിലൂടെ കണ്ടെത്തിയ ആളുകളെ വെച്ച് നമ്മളൊരു
വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ PSC UPSC പരീക്ഷകളുടെ കൃത്യമായ അപ്ഡേഷൻ നമ്മൾ ആ ഗ്രൂപ്പിലൂടെ നാട്ടുകാർക്ക് അറിയിക്കും. വൺ ടൈം രജിസ്ട്രേഷൻ. 18 വയസ്സാകാൻ കാത്തിരിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവര്. 18 വയസ്സായാൽ ഡ്രൈവിംഗ് ലൈസൻസിന് ആഗ്രഹിക്കുന്നവരുണ്ട്. 18 വയസ്സായാൽ പാർട്ടിക്കാരെല്ലാവരും ചേർന്നുകൊണ്ട് അവരെ വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കും. ഇതെല്ലാം വേണം. പക്ഷെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, 18 വയസ്സാകുമ്പോ എത്ര പേര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? എത്ര പേര് PSC വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്? അത് ചെയ്യാനുള്ള അവസരമാണ്, അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആണ്, അതിനുള്ള ഗൈഡൻസ് ആണ് ഉയരെ പദ്ധതി നൽകുന്നത്, വേങ്ങൂർ സ്കൂൾ നൽകുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർന്നില്ല. ഇങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തു ഓരോ വർഷങ്ങളിലും ഓരോ കാലങ്ങളിലും വരുന്ന PSC പരീക്ഷകളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരികയും അതിനുള്ള കോച്ചിങ് നമ്മൾ ഒരു ഗൂഗിൾ ഫോമിന് നാട്ടിലൂടെ എത്തിക്കും. എല്ലാ പൊതു ഗ്രൂപ്പിലേക്കും ഒരു ഗൂഗിൾ ഫോം എത്തിക്കും. അതെന്തിനാണ്? ഉയരെ പദ്ധതിയുടെ ഭാഗമായി കോച്ചിങ്ങിന് താല്പര്യമുള്ളവരുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. അങ്ങനെ താല്പര്യമുള്ള ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ PSCക്ക് കോച്ചിങ് നാട്ടുകാർക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും വേണ്ടി നൽകും. അതാണ് ഉയരെ പദ്ധതിയുടെ ഒരു ഘട്ടം. ഉയരെ പദ്ധതിയുടെ രണ്ടാമത്തെ ഘട്ടം നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന മക്കൾക്കുള്ളതാണ്. ഇവിടുത്തെ UPയിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന മക്കൾക്ക് സിവിൽ സർവീസ് അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിതരികയാണ്. എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ സാക്ഷി മോഹൻ IASനെ നമ്മൾ വരവേറ്റത്. അവരുടെ പ്രസൻസ് ഉണ്ടല്ലോ, അവരുടെ ഈ സാന്നിധ്യം ഉണ്ടല്ലോ. എന്റെ വയസ്സ് പോലും ഇല്ല സാക്ഷി മോഹൻ IASന്. ഈ നിസാരമാക്കപ്പെട്ട വയസ്സിൽ നമ്മുടെ മുന്നിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പട്ടവുമായി നമ്മുടെ ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഇരിക്കുമ്പോ ഇതിലും വലിയ മോട്ടിവേഷൻ നമുക്ക് എന്താണ് കൂട്ടരെ? വേങ്ങൂരിൽ നിന്നും ഒരു IASകാരൻ ഉണ്ടാകലാണ് ഉയരെ പദ്ധതിയുടെ രണ്ടാമത്തെ ലക്ഷ്യമെന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. പരസ്പരത്തിലെ ദീപ്തി സൂരജ് IPSനെ കണ്ട് കൈയടിച്ചവരാ നമ്മള്. സുരേഷ് ഗോപിയുടെ ഭരത്ചന്ദ്രൻ IPS കണ്ട് ആവേശഭരിതരായവരാ നമ്മള്. മമ്മൂട്ടിയുടെ കിങ്ങില് ജോസഫ് അലക്സ് IAS കണ്ട് രോമാഞ്ചം വന്നവരാ നമ്മള്. അങ്ങനെ രോമാഞ്ചം വരാനുള്ളവർ മാത്രമല്ല നമ്മൾ. മറ്റുള്ളവർ IAS നേടുമ്പോ ഇതൊന്നും എന്നെ കൊണ്ട് കിട്ടിയില്ലല്ലോ എന്ന് പരിതപിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ AM ഹയർ സെക്കൻഡറി സ്കൂൾ വേങ്ങൂരിൽ KG മുതൽ +2 വരെ പഠിച്ചിറങ്ങുമ്പോഴേക്ക് സിവിൽ സർവീസിലേക്ക് ചുവട് വെക്കാനുള്ള വിത്തുകൾ പാകിയിട്ട ഈ വിദ്യാലയം നിങ്ങളെ കടത്തിവിടുക ഈ ജൂൺ 1 മുതൽ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വലിയ വലിയ സിവിൽ സർവീസ് അക്കാഡമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാൻ തുടങ്ങുന്നു. ഈ വരുന്ന ജൂൺ മുതൽ നമ്മൾ ആ കോച്ചിങ് നടപടികൾ ആരംഭിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടാകണമെന്ന് സാന്ദർഭികമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചെറിയ സ്വപ്നങ്ങളല്ല, വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ തന്നെയാണ് വേങ്ങൂർ സ്കൂളിനെ തയ്യാറെടുക്കുന്നത്. 120 വർഷത്തെ പാരമ്പര്യമുള്ള ഈ കലാലയം നാടിനൊരു വിളക്കായി, നാടിനൊരു വളരെ വിദൂരത്തേക്ക് വെളിച്ചം വീശുന്ന ഒരു ലൈറ്റ് ഹൗസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു. ഇനിയുള്ള എല്ലാ പദ്ധതികളുടെയും ഈ പദ്ധതിയുടെ വിജയത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും, നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും, നിങ്ങൾ ഓരോരുത്തരുടെയും സഹായങ്ങളും, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സപ്പോർട്ടാണ് സ്കൂളിലുള്ള മോട്ടിവേഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവരുടെയും പിന്തുണ ഈ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.